എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും വരാൻ നമസ്കാരം. ഞാൻ ബിനിജി തോമസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. കാരണം നാളെ തൊട്ട് നമ്മുടെ റോഡ് ട്രിപ്പിൻ്റെ വീഡിയോ അനർഗന്തരങ്ങളുമായിട്ട് വരികയാണ്. അപ്പോൾ ഈ റോഡ് ട്രിപ്പിനെ പറ്റി ആരൊക്കെയാണ് എൻ്റെ കൂടെ വരുന്നത്, എന്താണ് ഞങ്ങളുടെ ഈ റോഡ് ട്രിപ്പിൻ്റെ പ്ലാനും പദ്ധതിയും എന്നുള്ളതാണ് ഈ വീഡിയോ കൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ആരൊക്കെയാണ് എൻ്റെ കൂടെ വരുന്നത് ഞാനൊന്ന് പറയാം. നമ്മുടെ ഫസ്റ്റ് ചങ്ക് നമ്മുടെ സോനീഷ്. അദ്ദേഹം എപ്പോഴും എൻ്റെ കൂടെ ഉള്ളൊരു സുഹൃത്താണ്, വളരെ ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്താണ്. അപ്പം ഞാൻ എന്ത് കാര്യത്തിനും സാറേ ഒരു വീഡിയോ ചെയ്യാൻ പോയാലോ എന്ന് പറയാം, അതിനെന്താ ഞാൻ എൻ്റെ കൂടെ എന്ന് പറയുന്ന ഒരു ചങ്കാണ്. നമ്മുടെ പെർത്ത് സീരീസൊക്കെ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പല വീഡിയോ കൂടെ നമ്മുടെ ആത്മാർത്ഥമായിട്ടിരിക്കുന്ന ഒരു ചങ്കാണ് സോനീഷ്. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ രണ്ടാമത് ഉള്ളത് നമ്മുടെ അടുത്ത ചങ്ക് നമ്മുടെ മുടിയഞ്ചേട്ടൻ. ഞങ്ങൾ സ്നേഹത്തോട് വിളിക്കും, പക്ഷേ ഇപ്പം മുടിയൊക്കെ വെട്ടിക്കളഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ സനലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം നമ്മുടെ സനൽ സാറാണ് എൻ്റെ കൂടെ അടുത്ത ചങ്ക്. ഫസ്റ്റ് സീരീസിലെ ഞങ്ങൾ റോഡ് ട്രിപ്പ് വെച്ചപ്പോഴത്തേക്ക് അദ്ദേഹം എൻ്റെ കൂടെ ആത്മാർത്ഥമായി നിന്ന ഒരു ചങ്കാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ഈ റോഡ് ട്രിപ്പിനുണ്ട്. പിന്നെ മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ ദിലു, എൻ്റെ ഒരു സുഹൃത്താണ്, മണമേൽക്കാരനാണ് അദ്ദേഹം ഞങ്ങൾ മൊറോവായിൽ ആ വീഡിയോ കണ്ടവർ ഓർക്കും, ഞാൻ സോനുഷയുടെ പെർത്ത് സീരീസിലിപ്പോൾ ഞങ്ങൾ മൊറോവായി ചെന്ന് അദ്ദേഹത്തെ മീറ്റ് ചെയ്തു. അദ്ദേഹമാണ് എൻ്റെ കൂടെ വരുന്ന സുഹൃത്തെന്ന് പറഞ്ഞ്. അദ്ദേഹം ഒരു മോഡലും ചില ആൽബങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾ സ്നേഹത്തോടുകൂടി രാജു എന്ന് ഞങ്ങൾ വിളിക്കും. പിന്നെ അടുത്ത ഒരു വലിയൊരാളാണ്, അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹത്തോട് വിളിക്കുന്ന ഷാജി പാപ്പൻ എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ടോം താന്തിക്കൻ. എല്ലാവർക്കും അറിയാം, ടോം താന്തിക്കൻ ഓസ്ട്രേലിയയിലെ ഒരു പാട്ടുകാരനും സർവ്വകലാ ഒരു വല്ലഭനാണ്. അദ്ദേഹമാണ് നമ്മുടെ വീഡിയോയുടെ ഒരു എന്താ പറയുന്നത്, ഒരു കൊഴുപ്പിക്കാൻ ഉള്ള ഒരു നമ്മുടെ ഈ ട്രിപ്പിൽ ഒരു കൊഴുപ്പിക്കാനുള്ള ഒരു മഹത് വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും മഹത് വ്യക്തികൾ തന്നെയാണ്. അപ്പം പിന്നെ ഈ പാവം ഞാനും ഉണ്ടാകും കേട്ടോ. അപ്പം ഞങ്ങൾ 5 പേരാണ് പോകുന്നത്. ഞാൻ, സോനിഷെ, നമ്മുടെ സനൽ സാറെ, നമ്മുടെ ഷാജി പാപ്പൻ, പിന്നെ നമ്മുടെ ദിലു. അപ്പോൾ എങ്ങനെയാണ് ഈ വീഡിയോയുടെ പേര് ഞങ്ങൾ ഇട്ടേക്കുന്ന റോഡ് ടു ഡാർവിൻ എന്നാണ്. അതായത് നമ്മൾ ഔട്ട് ബാക്ക് ഓസ്ട്രേലിയയാണ് മെയിനായിട്ട് കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. നമ്മൾ യാത്ര മാത്രമല്ല, എന്താണ് ഈ വീഡിയോ കൂടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല, ഔട്ട് ബാക്കിൽ താമസിക്കുന്ന മലയാളികളുടെ വിശേഷങ്ങൾ കൂടെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്നാ പറയുന്നത്, ഒരു സ്നേഹ നിർഭരമായ അഡ്വഞ്ചർ ട്രിപ്പായിരിക്കും ഇത് എന്ന് ഞാൻ പറയുന്നു. പിന്നെ ഞങ്ങളുടെ ഈ മുമ്പേ പറഞ്ഞല്ലോ, ഈ സീരീസിൻ്റെ പേര് റോഡ് ടു ഡാർവിൻ എന്നാണ്. എങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാനും പദ്ധതിയും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സുഹൃത്ത് ദിലു എൻ്റെ വീട്ടിലോട്ട് വരും. അവിടുന്ന് ഞങ്ങൾ നേരെ സോനിഷിൻ്റെ വീട്ടിൽ ലിയോങ്കത്തെ ചെല്ലും. അവിടുന്ന് അദ്ദേഹത്തെ പിക്ക് ചെയ്യുകൊണ്ട് നമ്മുടെ സനലേട്ടൻ പിക്ക് ചെയ്യാനായിട്ട് നമ്മൾ നേരെ ഒരു മെൽബണിലെ റെയിൽവേ സ്റ്റേഷൻ ചെല്ലും. അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തെ പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ വന്ന് ജീലോങ്ങിലോട്ടാണ്. നമ്മുടെ ജീലോങ് ജോജി എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് അവിടെ ഒരു ഫ്ലാഗ് ഓഫും ഫുഡും എല്ലാം അവിടെ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ റോഡ് ട്രിപ്പ് അതൊക്കെ തുടങ്ങുന്നത്. അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോഷൻ കയറി നമ്മളെ കുറച്ച് സുഹൃത്തുക്കളെ കണ്ട് നേരെ നമ്മൾ ഷാജി പാപ്പൻ്റെ വീട്ടിലെത്തും. അപ്പം അവിടെ നമ്മൾ അന്ന് വൈകിട്ട് സ്റ്റേ ആണ്. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ പോകുന്നത് നമ്മുടെ ഷാജി പാപ്പൻ്റെ വണ്ടിയിലാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ മെൽബണിൽ നിന്ന് ഷാജി പാപ്പൻ്റെ വീട് വരെ എൻ്റെ പാവം ഡോഡ്ജയിലാണ് പോകുന്നത്. പക്ഷേ അവിടുന്ന് കളം മാറി അവിടുന്നാണ് നമ്മുടെ യഥാർത്ഥ റോഡ് ട്രിപ്പ് ആക്ച്വലി ആരംഭിക്കുന്നത് വേണമെങ്കിൽ പറയാം. അവിടുന്ന് നേരെ നമ്മൾ ഷാജി പാപ്പൻ്റെ ടയോട്ട പ്രാഡയിൽ KL35 പാല അതുതൽ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കൂവർപ്പിടിക്കാണ്. കൂവർപ്പിടിയിൽ നമ്മളൊരു ദിവസം സ്റ്റേ ഉണ്ട്. കൂവർപ്പിടി എൻ്റെ പഴയ വീഡിയോകളൊക്കെ വന്നതാണ്. പക്ഷേ അവിടെയും മലയാളി സുഹൃത്തുക്കളുണ്ട്, അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ അവിടുന്ന് നമ്മൾ അന്ന് നൈറ്റ് മാത്രമേ സ്റ്റേ ചെയ്യുന്നുള്ളൂ. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ആലിസ് സ്പ്രിങ്ങിലോട്ടാണ്. ആലിസ് സ്പ്രിങ്ങിൽ നമ്മൾ ഏകദേശം കൂവർപ്പിടിയിൽ നിന്നൊരു 600 കിലോമീറ്റർ ഉണ്ട്. അവിടെ നമുക്ക് വേണ്ടി അവിടെ മലയാളി സുഹൃത്തുക്കൾ നമുക്ക് വീട് ഒരുക്കിയിട്ടുണ്ട്, അവിടെ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്, ഭക്ഷണം എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റാണ്. അപ്പോൾ നേരെ നമ്മൾ നമ്മുടെ ആലിസ് സ്പ്രിങ്ങിലോട്ടാണ്. അവിടെ ഞങ്ങൾ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ മലയാളി സുഹൃത്തുക്കളോടൊത്ത് അവരുടെ ജീവിത സാഹചര്യങ്ങളും നിലവാരങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അവിടെ സ്റ്റേ ചെയ്ത് നമ്മുടെ വീട് ഒരു കുര്യൻ്റെയാണ്. അദ്ദേഹത്തോട് എല്ലാവരും നന്ദി പറയുന്നു. അദ്ദേഹം നമുക്ക് വീടൊക്കെ ഓപ്പൺ ചെയ്ത് തന്നു. പിന്നെ ആലിസ് സ്പ്രിങ്ങിലെ മലയാളികൾ വളരെ എന്താ പറയുന്നത്, വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ, അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ ആലിസ് സ്പ്രിങ്ങിൽ ഒരു സ്റ്റേ ചെയ്തിട്ട് നേരെ നമ്മൾ പോകുന്ന ക്യാതറിനാണ്. അവിടെ ദേശം 1000 കിലോമീറ്റർ അടുത്തുണ്ട് ക്യാതറിൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടുന്ന് കൂടി നോർത്തേൺ, ഈ ആലിസ് സ്പ്രിങ്ങിലെ നോർത്തേൺ ടെറിട്ടറിയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ നെറ്റ്നപ്പ് നാഷണൽ പാർക്ക്, വളരെ മനോഹരമായ ഒരു നാഷണൽ പാർക്കാണ്. അവിടെ ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടി ഉണ്ട്, സിക്കാളോട്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ജനറൽ മാനേജർ നമ്മുടെ ഉറ്റ ചങ്കായ അരുണാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ നേരി കാണണം, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, കാരണം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ് ആ മേഖല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവിടെ നമ്മൾ വീണ്ടും ഒരു അഡ്വഞ്ചർ ആരംഭിക്കുകയാണ്. അവിടെ നേരെ വീണ്ടും നമ്മൾ കക്കഡു നാഷണൽ പാർക്കിൽ കൂടെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള വാട്ടർ ബഫലോനെയൊക്കെ കണ്ട് നമ്മൾ നേരെ മുതലകളുടെ ഇടവിൽ കൂടെ നമ്മൾ നേരെ ഡാർവിൻ ജില്ലയാണ്. ഇപ്പോൾ ഡാർവിനിൽ നമ്മൾ ചെല്ലുമ്പം നമുക്ക് അവിടെയും മലയാളി സുഹൃത്തുക്കൾ അസോസിയേഷൻ നേതൃത്വത്തിലൊക്കെ നമുക്ക്
വളരെ സ്വീകരണവും ഈ പറഞ്ഞ ഭക്ഷണവും എല്ലാം അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ മലയാളികളുടെ ജീവിത സാഹചര്യങ്ങളും നിലവാരങ്ങളും പല പല കടകളിൽ കൂടെയും സ്ട്രീറ്റിൽ കൂടെ പോവുകയും നമ്മൾ അഡ്വഞ്ചറായിട്ടുള്ള മുതലേനെ കാണാൻ പോവുകയും ഇതൊക്കെ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരുക്കത്തിൽ നമ്മുടെ ഒരു റോഡ് ട്രിപ്പ്, ഈ റോഡ് ടു ഡാർവിനിലെ ഒരു സീരീസിലെ വരുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ യാത്ര മാത്രമല്ല, നമ്മൾ പോകുന്ന വഴി നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മളെങ്ങനെയാണോ നമ്മളൊരു സാധാരണ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ, നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാമാണ് നമ്മുടെ ഈ വീഡിയോകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുറച്ച് നന്ദി പറയേണ്ട ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം അറിയാമല്ലോ, നമ്മളെല്ലാം ഡ്യൂട്ടിയും ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈഫുമാരുടെയും വീട്ടുകാരുടെയും ഒരു ഇതില്ലെങ്കിൽ, അതായത് ഒരു സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനൊരു യാത്രയൊന്നും വെക്കാൻ പറ്റില്ല. അതിപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ജിഷ, എൻ്റെ വൈഫ്, ഒരു കാര്യം നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ പപ്പ, മമ്മി, ജിജോ, നമ്മുടെ അളിയൻ, അവരെല്ലാം ഉള്ളതുകൊണ്ട് ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ട്രിപ്പൊക്കെ നമുക്ക് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ അവരോട് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ സോനീഷിൻ്റെ വൈഫ്, പിള്ളേർ, ഇവർ അവരുടെ സപ്പോർട്ടും വേണമല്ലോ. അപ്പം നമ്മുടെ സോനീഷിൻ്റെ വൈഫ് ഫീനയോടും, പിന്നെ നമ്മുടെ സനലേട്ടൻ്റെ പത്നി നമ്മുടെ നിമിത, പിള്ളേർ, അമ്മച്ചി, ഇവരോടും, പിന്നെ നമ്മുടെ ദിലുവിൻ്റെ വൈഫ് അഞ്ചും കൊച്ചിനോടും, ഇവരൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഷാജിപ്പാപ്പൻ്റെ ചേച്ചിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ 5 പേർ കൂടി പോകുമ്പോഴത്തേക്ക് നമുക്കത് പിന്നെയും ഇടയില്ലാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ചേച്ചിയെ ഞങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ ചേച്ചിയോടും, അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഈ വീട്ടുകാരെ എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ പോയ സുഹൃത്തുക്കളെ, കാണാവുന്ന സുഹൃത്തുക്കളെ എല്ലാവരോടും ഒരായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റോഡ് ട്രിപ്പ് ഇവിടെ ആരംഭിക്കുന്നു. റോഡ് ടു ഡാർവിൻ.